വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ, ഹൃദയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. പരിപൂർണ നിശബ്ദതയിൽ നമ്മുടെ കർത്താവിലേക്ക് കണ്ണുകളും മനസ്സും കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. നമ്മുടെ ഇരിപ്പിടങ്ങളിൽ ശാന്തമായിരുന്നു കൊണ്ട് ജീവിതത്തെ മുഴുവനും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. പ്രപഞ്ചത്തിൻ്റെ നാഥനായ ദൈവം, നമ്മുടെ രക്ഷകനായ കർത്താവ് ഇതാ വെറും ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്നു. എല്ലാ മഹത്വത്തിൻ്റെയും നാഥനായിരുന്നിട്ടും അവിടുന്ന് ഒന്നുമില്ലായ്മയായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ചെറുതാകുന്ന ഒരു വലിയ ദൈവം. ഈ കർത്താവ് നമ്മളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇതാണ്: എന്നെപ്പോലെ ചെറുതാകാൻ പഠിക്കുക. സ്വർഗത്തിൻ്റെ നാഥനായിരുന്നിട്ടും സ്നേഹത്തെ പ്രതി അവിടുന്ന് ഒരപ്പമായി തീരാൻ തിരുമനസ്സായി. നമ്മുടെ ജീവിതവും ചെറുതാകാൻ തയ്യാറാകുമ്പോൾ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. നിന്റെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഒന്ന് ചെറുതാകാൻ നിനക്ക് മനസ്സുണ്ടായിരുന്നെങ്കിൽ എത്രയോ കലഹങ്ങൾ ഒഴിവായേനെ. ഒന്ന് ചെറുതായിരുന്നെങ്കിൽ ഈ വാശിയും വൈരാഗ്യവും നിനക്കുണ്ടാകുമായിരുന്നില്ലല്ലോ. ചെറുതാകാൻ മനസ്സില്ലാത്തത് കൊണ്ടല്ലേ കലഹത്തിലേക്ക് നീ വീണുപോയത്. ചെറുതാകാൻ മനസ്സില്ലാത്തവരുള്ളത് കൊണ്ടല്ലേ നമ്മുടെ സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത്. നമ്മളൊക്കെ വലിയവരാകാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ പുറത്ത് ചവിട്ടിയും വലുതാകാൻ, ഇല്ലാത്ത വലിത്തവം ഭാവിക്കുമ്പോൾ അതിന് പരിഹാരമായി നമ്മുടെ കർത്താവിത ചെറുതായിത്തീരുന്നു. സ്വർഗത്തിൻ്റെ നാഥൻ ചെറിയവനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ നോക്കിക്കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം: എൻ്റെ ഈശോയെ, ചെറുതാകാനുള്ള മനസ്സെനിക്ക് നൽകണമേ, എളിമപ്പെടാനുള്ള മനസ്സെനിക്ക് നൽകണമേ. നിൻ്റെ സാക്ഷിയാകുന്നതിന് വേണ്ടി എൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പഭാവങ്ങളെല്ലാം നീക്കിക്കളഞ്ഞ് ശിശുവിൻ്റെ മനസ്സെനിക്ക് നൽകണമേ ഈശോയെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ രണ്ടാമതും അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു: ഈ ജനം 3 ദിവസമായി എൻ്റെ അടുക്കലിരിക്കുന്നു, ഇവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല. ഇവരെ പറഞ്ഞു വിട്ടാൽ വീട്ടിലെത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് അവർ തളർന്നു വീഴും. അതുകൊണ്ട് ഇവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുക എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. ജനത്തോട് അനുകമ്പയുള്ള അവിടുത്തെ ഹൃദയം നമുക്ക് ഓർക്കാം. ഈ വിശുദ്ധ കുർബാന നമ്മളോടുള്ള ദൈവത്തിൻ്റെ അലിവിൻ്റെ അടയാളമാണ്. നിത്യഭവനത്തിൽ എത്തിച്ചേരുന്നത് വരെയും നമ്മുടെ ജീവിതയാത്രയിൽ തളർന്നു വീഴാതിരിക്കാൻ ഇതാ ദൈവം നമുക്ക് നൽകുന്ന ജീവൻ്റെ അപ്പം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ജീവനായ കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. ജീവിതയാത്രയിൽ തളർന്നു പോയ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ ആ തളർച്ചയെല്ലാം സമർപ്പിക്കുക. തളർന്നുപോയ എൻ്റെ ജീവിതത്തിലേക്ക് നാഥ ഇന്ന് കടന്നു വരണമേ. വീണുപോയ എൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കാൻ നീ കടന്നു വരണമേ. ആശ്വാസമില്ലാത്ത എൻ്റെ ഹൃദയത്തിന് ആശ്വാസം നൽകാൻ നീ കടന്നു വരണമേ. എൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടി കർത്താവേ നീ തിരുമനസ്സാകണമേ. എൻ്റെ മുറിവുകൾ സുഖപ്പെടുത്താനായി നിൻ്റെ കരങ്ങളിൽ നിന്ന് നീട്ടണമേ. എൻ്റെ തകർന്ന ജീവിതത്തെ പുനരുദ്ധരിക്കാൻ നീ ഇന്ന് തിരുമനസ്സാകണമേ. എനിക്കൊരു പുതിയ ജീവിതം നൽകണമേ കർത്താവേ. എനിക്കൊരു പുതിയ ഹൃദയം നൽകണമേ കർത്താവേ. എനിക്കൊരു പുതിയൊരു വ്യക്തിത്വം നൽകണമേ കർത്താവേ. പാപം നിറഞ്ഞ കഴിഞ്ഞകാല ജീവിതത്തോടെ വിട പറയുവാൻ കൃപ നൽകണമേ. എൻ്റെ ബന്ധനങ്ങളെല്ലാം അഴിച്ചു കളയണമേ. എൻ്റെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തണമേ. തിന്മയുടെ ആസക്തികളെ നീക്കിക്കളയണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി കൊണ്ട് എന്നെ പുതുക്കി പണിയണമേ.
എൻ്റെ ഹൃദയത്തെ നവീകരിക്കണമേ. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം വിട്ടുകൊടുക്കുന്നതിൻ്റെ ആളമായി 2 കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ ഓർക്കരുതേ, ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കരുതേ. ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് അവിടുന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ജീവൻ നൽകണമേ, ജീവൻ നൽകണമേ, ജീവൻ നൽകണമേ, നാഥ ജീവൻ നൽകണമേ. കർത്താവേ, തളർന്നുപോയ എൻ്റെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും വീണ്ടും അങ്ങയുടെ ജീവൻ നൽകി എന്നെ പുതുക്കിപ്പണിയണമേ കർത്താവേ. ജീവൻ നൽകണമേ, ജീവൻ നൽകണമേ, ജീവൻ നൽകണമേ, നാഥാ ജീവൻ നൽകണമേ. കർത്താവേ, നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ തിരുമനസ്സ് നിറവേറ്റാനുള്ള ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ജീവൻ നൽകണമേ, ജീവൻ നൽകണമേ, ജീവൻ നൽകണമേ, നാഥാ ജീവൻ നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ജീവന് വേണ്ടി നമുക്ക് കൊതിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ നമ്മുടെ വ്യക്തിത്വം പുതുക്കിപ്പണിയാൻ ആഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വൈകല്യങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവൻ തരണമേ. ജീവൻ നൽകണമേ, ജീവൻ നൽകണമേ, ജീവൻ നൽകണമേ, നാഥാ ജീവൻ നൽകണമേ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദാഹത്തോടെ ഒരിക്കൽ കൂടി ജീവൻ നൽകണമേ, ജീവൻ നൽകണമേ, ജീവൻ നൽകണമേ, നാഥാ ജീവൻ നൽകണമേ. കർത്താവിൻ്റെ മുമ്പിൽ മറ്റെന്തിനേക്കാളും ഉപരി ഒരു വിശുദ്ധമായ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിൻ്റെ ബന്ധനത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ ആ പാപം നമുക്ക് ഉപേക്ഷിക്കാം. ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങൾ, ദൈവം ആഗ്രഹിക്കാത്ത ജീവിത ശൈലികൾ, ദൈവം ആഗ്രഹിക്കാത്ത സ്വഭാവങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ഉപേക്ഷിക്കാം. എൻ്റെ കർത്താവേ, മറ്റെന്തിനേക്കാളുപരി എനിക്കൊരു വിശുദ്ധനാകണം, എന്നെ ഒരു വിശുദ്ധിയാക്കി മാറ്റണം. കർത്താവെ, വിശുദ്ധമായൊരു ജീവിതം തന്നിന്ന് എന്നെ അനുഗ്രഹിക്കണം. എല്ലാ പാപത്തിൻ്റെ സന്തോഷങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു. പാപത്തോടുള്ള എൻ്റെ താല്പര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധമായൊരു ഹൃദയം എന്നിൽ നിന്ന് സൃഷ്ടിക്കണമേ. വിശുദ്ധമായൊരു മനസ്സെനിക്ക് നൽകണമേ. എൻ്റെ ശരീരത്തെ ആസക്തികളിൽ നിന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഈ സമയത്ത് എന്നെ കഴുകണമേ. പാപത്തോടുള്ള എൻ്റെ താല്പര്യങ്ങൾ വിട്ടുപോകട്ടെ കർത്താവേ. എല്ലാ ആസക്തികളും വിട്ടുപോകട്ടെ. തഴക്ക ദോഷങ്ങൾ വിട്ടുപോകട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ എൻ്റെ ജീവിതം ഇന്ന് സ്വതന്ത്രമാകട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം കൊണ്ട് ഞാൻ നിറയട്ടെ. അശുദ്ധി നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. തിരുരക്തത്താലെന്നെ കഴുകണേ എന്നേശുവേ. മലിനമാമെൻ ജീവിതത്തെ കുരിശിനോടു ചേർക്കണേ. തിരു
ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടിക്കൊണ്ട് തിരുരക്തത്താൽ എന്നെ കഴുകണേ എന്നേശുവേ. മലിനമാമിൻ ജീവിതത്തെ കുരിശിനോട് ചേർക്കണേ. നമ്മുടെ ജീവിതത്തെ ഏറ്റവുമേറെ അശുദ്ധമാക്കുന്നത് സ്നേഹരാഹിത്യമാണ്. വെറുപ്പാണ് ഏറ്റവും വലിയ അശുദ്ധി. വെറുപ്പില്ലാത്ത ഹൃദയത്തോടെ തമ്പുരാനെ ആരാധിക്കാൻ നമുക്ക് ഒരുങ്ങാം. ഏതെങ്കിലും വ്യക്തികളോട് അകൽച്ചയുണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയെ സ്നേഹിക്കാനായിട്ടുള്ള തീരുമാനമെടുക്കുക. ആരെയെങ്കിലും നീ നിൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഹൃദയം വീണ്ടും നീ തുറക്കുക. നിൻ്റെ ജീവിതത്തിൽ ആരെയൊക്കെ നീ വെറുക്കുന്നുണ്ടോ അവരെയൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് സ്വീകരിക്കുക. നിന്റെ കർത്താവിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഭാവി ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹത്തിന് തടസ്സമായുള്ള വെറുപ്പെല്ലാം ഉപേക്ഷിക്കുക. നിന്റെ ജീവിതത്തെ തകർത്തവരോട്, നിന്നെ അപമാനിച്ചവരോട്, നിനക്ക് സ്നേഹം നിഷേധിച്ചവരോട് എല്ലാ വെറുപ്പ് ഉപേക്ഷിക്കുക. എന്റെ കർത്താവ്, എനിക്ക് അങ്ങ് മതി, എനിക്ക് അങ്ങ് മാത്രം മതി. എല്ലാ വെറുപ്പും ഞാൻ ഉപേക്ഷിക്കുന്നു. നിരുപാധികം ഞാൻ ക്ഷമിക്കുന്നു. എന്റെ എല്ലാ ബന്ധങ്ങളെയും സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. അകന്നുപോയ കുടുംബ ബന്ധങ്ങളിലേക്ക് നീ കടന്നു വരണമേ. മാതാപിതാക്കളെയും മക്കളെയും നീ കൂട്ടിച്ചേർക്കണമേ. അകന്നുപോയ ദാമ്പത്യ ബന്ധങ്ങളെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. കുടുംബ കലഹങ്ങളുടെ കാരണങ്ങൾ നീക്കിക്കളയണമേ. വൈരാഗ്യ ചിന്തകൾ നീങ്ങിപ്പോകട്ടെ. ഓ കർത്താവേ, എല്ലാ ഹൃദയങ്ങളിലേക്ക് സ്നേഹം ഒഴുക്കണമേ. സ്നേഹം ഒഴുക്കണമേ. സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കുടുംബ ബന്ധങ്ങളെ നവീകരിക്കണമേ. ദാമ്പത്യ ബന്ധങ്ങളെ നവീകരിക്കണമേ. അങ്ങയുടെ കരുണയുടെ കരങ്ങൾ നീട്ടണമേ. ഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവ് നമുക്ക് നൽകിയ കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ആ വേദനകളെല്ലാം ഇന്ന് കർത്താവ് ഏറ്റെടുക്കട്ടെ. കുടുംബജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും ഭാരങ്ങളും ഏറ്റെടുക്കുവാനാണ് ഈശോ കടന്നു വന്നിരിക്കുന്നത്. അനേക നാളുകളായി ഉള്ളിൽ ചുമന്നുകൊണ്ട് കിടക്കുന്ന ആ വിങ്ങലുകളെല്ലാം ഈശോയുടെ തിരുമുമ്പിലേക്ക് കൊടുക്കുക. ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത നിൻ്റെ വേദനകൾ, ആരോടും പറയാത്ത നിൻ്റെ ദുഃഖങ്ങൾ, പറഞ്ഞിട്ടും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിൻ്റെ വേദനകൾ, ഇതാ എല്ലാം കാണുന്ന കർത്താവ് ഇതാ നിൻ്റെ മുമ്പിലുണ്ട്. നിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായ കർത്താവ്, നിൻ്റെ വേദനകളിൽ നിനക്ക് വിടുതൽ നൽകുവാൻ കഴിവുള്ള കർത്താവ്, നിൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന കർത്താവ്, സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ നിരാശപ്പെട്ട് തളർന്നു പോകരുത്. കർത്താവ് നമ്മളെക്കുറിച്ച് കരുതലുള്ളവനാണ്. അവിടുത്തേക്ക് സകലതിനും മതിയായവനാണ്. അവിടുന്ന് അസാധ്യ കാര്യങ്ങളുടെ ദൈവമാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കർത്താവിന് കൊടുക്കുക. കടഭാരങ്ങൾ കർത്താവിന് കൊടുക്കുക. രോഗത്തിൻ്റെ വേദനകൾ ഈശോയ്ക്ക് കൊടുക്കുക. എല്ലാ തകർച്ചകളിലേക്ക് ഈശോ കടന്നു വരട്ടെ. ദുരന്തങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ. മാരക രോഗങ്ങളിലേക്ക് ഈശോ കടന്നു വരട്ടെ. എല്ലാ പ്രതിസന്ധികളെയും ഈശോ ഏറ്റെടുക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ നീ ഏറ്റെടുക്കണമേ. നിന്റെ കരങ്ങൾ നീട്ടി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ശാപകാരണങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ബന്ധനങ്ങൾ അഴിയട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് വിശദീകരിക്കപ്പെടട്ടെ. എല്ലാ കുടുംബ കലഹങ്ങളും ഇല്ലാതാകട്ടെ. കലഹങ്ങളുടെ കാരണങ്ങൾ വിട്ടുപോകട്ടെ. നിന്റെ നാമത്തിന്റെ ശക്തിയാൽ തിന്മയുടെ സാന്നിധ്യം ഇല്ലാതാകട്ടെ. ദുരന്തങ്ങൾ ഇല്ലാതാകട്ടെ. ദുരിതങ്ങൾ ഇല്ലാതാകട്ടെ. അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ നാഥൻ. അങ്ങേക്ക് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുള്ളൂ. കർത്താവേ, ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങൾ എടുത്തു കളയണമേ. ഞങ്ങളുടെ അപകർഷതാബോധവും ഉത്കണ്ഠ പ്രകൃതിയും അവിടുന്ന് നീക്കിക്കളയണമേ. ആത്മവിശ്വാസം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ജീവിതത്തെക്കുറിച്ചുള്ള നിരാശകളെല്ലാം നീക്കിക്കളഞ്ഞ് പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നഷ്ടങ്ങളെല്ലാം
ലാഭമാക്കി മാറ്റുവാൻ നിനക്ക് സാധിക്കുമല്ലോ. ഞങ്ങളുടെ തകർച്ചകളിൽ ഞങ്ങൾക്ക് ഉയർച്ച നൽകുവാൻ നിനക്ക് സാധിക്കുമല്ലോ. ഞങ്ങളുടെ നൊമ്പരങ്ങളിൽ ഞങ്ങളെ വിടുവിക്കുവാൻ നിനക്ക് സാധിക്കുമല്ലോ. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഈ നിമിഷങ്ങളിൽ ഇടപെടണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. അങ്ങേക്ക് ഒരു നിമിഷം മതിയല്ലോ ഞങ്ങളെ അനുഗ്രഹിക്കാൻ. അങ്ങേക്ക് ഒരു നിമിഷം മതിയല്ലോ ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കാൻ. ഒരു നിമിഷം മതിയല്ലോ ഞങ്ങളുടെ വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തുവാൻ. കർത്താവെ, കൃപയുടെ ആ നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ. ഞങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥം നൽകണമേ, പുതിയ അഭിഷേകം നൽകണമേ, പുതിയ ശക്തി നൽകണമേ, കൃപാവരങ്ങൾ നൽകണമേ. ആത്മീയ ശക്തി കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ, ആത്മീയ വരദാനങ്ങൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹിക്കണമേ, കർത്താവേ ആശീർവദിക്കണമേ, ബന്ധനങ്ങൾ അഴിച്ചുകളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. പിതാവേ, ആബാ പിതാവേ, ഞങ്ങളിൽ കനിയണമേ. കരങ്ങൾ ഉയർത്തി ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങളിൽ കനിയണമേ. ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വിശ്വാസത്തോടെ ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങളിൽ കനിയണമേ. എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് മാരക രോഗങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങളിൽ കനിയണമേ. നമ്മുടെ മക്കളെ കുറിച്ചുള്ള വേദനകൾ, മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നൊമ്പരങ്ങളെല്ലാം സമർപ്പിച്ച് മക്കളുടെ മേൽ കനിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങളിൽ കനിയണമേ. നമ്മുടെ ഇടവകകളെയും രൂപതകളെയും സമർപ്പിച്ചുകൊണ്ട് ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങളിൽ കനിയണമേ. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങളിൽ കനിയണമേ. ഷാലോൺ ടെലിവിഷൻ്റെ മേൽ കനിയണമെന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 6 വർഷം കർത്താവ് കൈപിടിച്ച് നടത്തിയ ടെലിവിഷൻ കർത്താവെ, നിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു. നിൻ്റെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിന് അനുഗ്രഹമായി, അങ്ങയുടെ സഭയ്ക്ക് അനുഗ്രഹമായി ഈ ചാനലിനെ വീണ്ടും അഭിഷേകം ചെയ്യണമേ. വരുന്ന വർഷത്തിനാവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ. ഷാലോൺ ടെലിവിഷനെ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ ടെലിവിഷൻ ആവശ്യമായ എല്ലാ കൃപകളും ചോദിച്ച് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഷാലോൺ TV അനുഗ്രഹിക്കണമേ. ലോകത്തിന് അനുഗ്രഹമായി മാറ്റണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ മനസ്സിൽ വന്നണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അനുഗ്രഹമായി മാറ്റേണമേ. ദാസരാമിവരിൽ നീ കനിയേണമേ. അനുഗ്രഹമായി മാറ്റേണമേ. ദാസരാമിവരിൽ നീ കനിയണമേ. ഈ നിമിഷം ശാലോം
ശലോം ടിവിയെയും അതിൻ്റെ ശുശ്രൂഷകരെയും നമുക്ക് കരങ്ങളിലൂടെ ഉയർത്തിപ്പിടിക്കാം. അനുഗ്രഹമാക്കി മാറ്റണമേ നമുക്ക് അഭിഷേകം പ്രാർത്ഥിക്കാം. ശലോം ടിവിയുടെ ശുശ്രൂഷകരെയും ശലോം ടിവിയെയും ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ആ ഈരടികൾ പാടാം. അനുഗ്രഹമാ മാറ്റണമേ ദാസരാമിവരിൽ നീ കനിയണമേ. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയെ താങ്ങിയ ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന വഴിയും പ്രോത്സാഹനം വഴിയും സമ്പത്ത് പങ്കുവച്ചും ഈ ശുശ്രൂഷയെ താങ്ങി നിർത്തി എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങാണ് പ്രതിഫലം നൽകുന്നവൻ. അവിടുത്തെ ശുശ്രൂഷയാണിത്. അവിടെ ആരൊക്കെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പിന്താങ്ങൽ നൽകിയോ അവരെല്ലാം ഈ നിമിഷങ്ങളിൽ അനുഗ്രഹിക്കണമേ. ശാലോം ടിവിക്ക് വേണ്ടി സമ്പത്ത് പങ്കുവെച്ച ഓരോ വ്യക്തികളെയും കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഫെസ്റ്റിവലിന് വേണ്ടി വേദിയൊരുക്കിയ ഈ കത്തീഡ്രൽ ഇടവകയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വികാരിയച്ഛനെയും കൊച്ചച്ഛന്മാരെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അവരിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ആദ്യത്തെ നൽകി ഇടവകയെ അനുഗ്രഹിക്കണമേ. ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ വേദനകളിൽ നിന്ന് ഇടപെടണമേ. കർത്താവേ, ഇടവകയിൽ ഒരു ആത്മീയ നവീകരണം ഉണ്ടാകട്ടെ. ആത്മാവിന്റെ പുതിയ ഉണർവുണ്ടാകട്ടെ. ബന്ധനങ്ങളെല്ലാം തകർന്നു പോകട്ടെ. നമുക്ക് ഇടവകയെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവേ, ഇടവകയെ അനുഗ്രഹിക്കണമേ. ഇടവകയോട് കൃപയൊരുങ്ങണമേ. എല്ലാ കുടുംബങ്ങളിലും കൃപയൊരുങ്ങട്ടെ. വലിയ അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹമാ മാറ്റണമേ ദാസരാമിവരിൽ നീ കനിയണമേ. ഒരു നിമിഷം ഈ ഫെസ്റ്റിവലിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുങ്ങുകയും കഷ്ടപ്പെടുകയും ചെയ്തതിൻ്റെ സംഘാടക സമിതിയെ ഓർക്കാം. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട വോളണ്ടിയേഴ്സിനെ ഓർക്കാം. അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും സമയമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ അവർ അലഞ്ഞു. ഒത്തിരി കഷ്ടപ്പാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അവർക്ക് കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ പ്രതിഫലമില്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ കിട്ടിയ ആത്മീയ നന്മകൾക്കെല്ലാം കാരണക്കാർ അവരാണ്. അതുകൊണ്ട് നമുക്ക് വോളണ്ടിയേഴ്സിനെയും സംഘാടക സമിതിയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവെ, അവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തളർന്നു പോകാൻ അനുവദിക്കരുതേ. അങ്ങയുടെ പ്രതിഫലം കൊണ്ട് അവരെ നിറയ്ക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹമാ മാറ്റണമേ ദാസരാമിവരിൽ നീ കനിയണമേ. നമുക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമർപ്പം നീ നിത്യമഹോന്നതമർപ്പം നീ. സന്നിധി
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. തൂഗണമേ വത്സലസുതനേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേൽ